സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, കേൾക്കുന്നില്ല എല്ലാവരും? പരിശുദ്ധമായ റജബ് മാസം, റജബ് മാസത്തിന്റെ മഹത്വങ്ങൾ, അതിന്റെ ഏതാനും ഭാഗങ്ങൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഉണർത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും വിഷയം ഇസ്റാ മിഅ്റാജിലെത്തിയിരുന്നു. മിഅ്റാജ് സ്വപ്നമാണോ അതല്ല ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഉള്ളതാണോ എന്ന വിഷയത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. അവിടെ നമ്മൾ ഉണർത്തിയത് ശരിയായ ആധികാരികമായ അഭിപ്രായം ഇസ്റാ മിഅ്റാജ് നബിയുടെ തടിയും റൂഹും രണ്ടും കൊണ്ട് തന്നെയാണ് ഉണ്ടായത്. കാരണം അല്ലാഹു ഈ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത് അസ്റാബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം, അല്ലാഹുവിന്റെ അബ്ദിനെ കൊണ്ടുപോയി എന്നാ പറയുന്നത്. അബ്ദ് എന്ന് വിശേഷിപ്പിക്കുന്നത് റൂഹിനെയും ശരീരവും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അബ്ദ് എന്ന് ഉപയോഗിക്കുന്നത്. രണ്ടാമതായി ആ വിഷയം ഉണർത്തിയപ്പോൾ അല്ലാഹു തആല തുടങ്ങുന്നത് തന്നെ സുബ്ഹാനല്ലദീ എന്ന് പറയുന്ന തഅജ്ജുബിന്റെ, അതിശയത്തിന്റെ വാക്കാണ്. കേവലം ഒരു സ്വപ്നമാണെങ്കിൽ അങ്ങനെ അതിശയപ്പെടേണ്ട കാര്യമില്ല. സ്വപ്നം ആർക്കും എന്തും കാണാം എന്നതുകൊണ്ട് തന്നെ അങ്ങനെ അതിശയപ്പെടേണ്ട ആവശ്യവുമില്ല. മാത്രമല്ല, ഈ മിഅ്റാജിന്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് കഴിഞ്ഞു വന്ന് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ, അബൂ ത്വാലിബിന്റെ മകളാണ്. നബിയുടെ മൂത്താപ്പ അബൂ ത്വാലിബിന്റെ മകൾ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയോടാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം പങ്കുവെക്കുന്നത്. ഞാൻ ഇന്നലെ മിഅ്റാജിന് പോയി, അല്ലാഹുവിനെയും അർശിനെയും കുർസിനെയും ലൗഹിനെയും 7 ആകാശങ്ങളും അതിന്റെ അപ്പുറത്തുള്ള അത്ഭുതങ്ങളെല്ലാം ഞാൻ കണ്ടുവന്നു എന്ന വിവരം ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ ഉമ്മു ഹാനി പറയുകയാണ്, ലാ തദ്കുറുൽ ഖുറൈശ്, ഇത് ഖുറൈശികളോട് പറയരുത്, ഇത് ഖുറൈശികളോട് പറയരുത് എന്ന് ഉമ്മു ഹാനി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നീ ഫായിലുൻ, ഞാൻ പറയുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സ്വപ്നമാണെങ്കിൽ അങ്ങനെ പറയരുത് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറാമിലേക്ക് പുറപ്പെടുകയും അബൂജാഹിലിനെ ആദ്യമായി കണ്ട് അബൂജാഹിലിനോട് പറഞ്ഞപ്പോൾ അബൂജാഹിൽ എന്ത് ചെയ്തു? ഉടൻ അനൗൺസ് നടത്തി, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശികളെ കടന്നു വരൂ, മുഹമ്മദ് പറയുന്നത് കേട്ടോ. ഇതങ്ങ് കണ്ടപ്പോൾ ഫമിൻ ലാഹിക്കിൻ വമിൻ മുസ്തഅ്ജിബിൻ വമിൻ മുസ്തഹ്സിഇൻ, എത്ര ആളുകളാണ് അത്ഭുതം കൂറുന്നത്, എത്ര ആളുകളാണ് പരിഹസിക്കുന്നത്, എത്ര ആളുകളാണ് കളിയാക്കി ചിരിക്കുന്നത് എന്നല്ല, ബൽ വകസീറും മിനൽ മുസ്ലിമീന ഇർതദ്ദൂ ബിസബബി ദാലിക. മിഅ്റാജിന് പോയ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടപ്പോൾ പല ആളുകളും മുശ്രിക്കായി പോയി. നോക്കണേ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. വമാ അറൈന, ആ ഒരു റുഇയ, അത് ജനങ്ങൾക്ക് പലർക്കും ഫിത്നയായി എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. അതാ വമാ ജഅൽന റുഇയല്ലത്തി അറൈനാക ഇല്ലാ ഫിത്നത്തൻ ലിന്നാസ്, നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തന്ന ആ കാഴ്ച അത് ജനങ്ങൾക്കൊരു ഫിത്നയായിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജാഹിലിനോട് ഇത് പറഞ്ഞപ്പോൾ അബൂജാഹിൽ അടക്കമുള്ള ഖുറൈശികൾ ഒന്നാകെ കളിയാക്കുകയും ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്ത്, അങ്ങനെ ഒരു വിഭാഗം ആളുകൾ നേരെ ചെന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, ഹൽ സമിഅത മാ ഖാല സാഹിബുക, നിന്റെ ചങ്ങാതി പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന ഉസദ്ദിഖുഹു അലാ അബ്അദ മിൻ ദാലിക, ഇതിനേക്കാൾ വലിയ കാര്യം നടന്നു എന്ന് മുഹമ്മദ് നബി പറഞ്ഞാലും ഞാനത് വിശ്വസിക്കും, എനിക്കതിൽ പ്രശ്നമില്ല. ഇത് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അന്ന് മുതലാണ് അബൂബക്കർ തങ്ങൾക്ക് ഫസുമ്മിയ സിദ്ദീഖു മിൻ യൗമഇദിൻ, അന്ന് മുതലാണ് സിദ്ദീഖ് എന്നുള്ള പേര് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിട്ടത്. പറഞ്ഞു വന്നത് ഇസ്റാ മിഅ്റാജ് അത് ശരിക്കും സംഭവ ലോകത്ത് നടന്ന സംഗതിയാണ്. അതേ സമയത്ത് സ്വപ്നമാണ് എന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചില സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊക്കെ നല്ല രൂപത്തിൽ നമ്മുടെ അഇമ്മത്ത് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നത് മിഅ്റാജിനെ കുറിച്ചാണ്. മിഅ്റാജ് യഖ്ലത്തിൽ തന്നെയായിരുന്നു എന്നത് തന്നെയാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണം. അങ്ങനെ 7 ആകാശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. പല വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1-ാം ആകാശത്തിന്റെ വാതിൽ മുട്ടുകയാണ്. ബുറാഖ് എന്ന വാഹനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്, മിക്കായിൽ അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്. 1-ാം ആകാശത്തിന്റെ വാതിൽ മുട്ടിയപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ മൻ ഫിൽ ബാബ്, വാതിൽക്കൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ് ജിബ്രീലാണ് എന്ന് പറയുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ജിബ്രീൽ എന്ന് പ്രത്യേകം പേരെടുത്ത് പറയുന്നു. ഒരു കാര്യം, നമ്മളൊരു വാതില് മുട്ടിയിട്ട് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മുടെ പേരാണ് പറയേണ്ടത്, ഒരിക്കലും ഞാനാണ് എന്ന് പറയരുത്. കാരണം എല്ലാവരും ഞാൻ തന്നെയല്ലേ, ഞാനല്ലാത്ത ആരുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ വാതില് മുട്ടിയിട്ട് ആരാ എന്ന് ചോദിക്കുമ്പോൾ പേര് പറയണമെന്നാണെന്ന് ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു. അത് മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അന എന്ന് പറയാൻ വല്ലാത്ത പേടിയാണ്. കാരണം കൂട്ടത്തിൽ മുമ്പ് അവരുടെ ഉസ്താദായിട്ടും നേതാവായിട്ടും ഉണ്ടായിരുന്ന ആളാണ് അന ഖൈറും മിൻഹു, ഞാനാണ് ഉത്തമൻ, ഞാനാണ്. അന എന്നുള്ള വാക്ക് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എന്നേക്കുമായി ഔട്ടായി, സ്വർഗത്തിൽ നിന്ന് പുറത്തായി, ശപിക്കപ്പെട്ടവനായി മാറി. അപ്പൊ ഈ ഒരു അനുഭവം മലായിക്കത്തിന് ശരിക്ക് ബോധമുള്ളത് കൊണ്ട് തന്നെ ആരും തന്നെ ഞാൻ എന്ന അന എന്ന പ്രയോഗം നടത്താറില്ല എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി വിശദീകരിക്കപ്പെട്ട സത്യമാണ്. മറ്റൊരു വിഷയമുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയിൽ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, നബിയെ ഇവിടെ ഒരു ഖബറുണ്ട്, ഈ ഖബർ നിങ്ങളൊന്ന് സിയാറത്ത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബർ സിയാറത്ത് ചെയ്തിട്ട് പറഞ്ഞു, റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫിൽ ഖബർ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പ്രവാചകന്മാര് ബർസഖിയായ ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും അവർക്ക് മരണത്തോടുകൂടെ അവരുടെ കഴിവുകൾ കൂടും എന്നും, അതുപോലെ തന്നെ ബർസഖിയായ ലോകത്ത് ജീവിക്കുമ്പോൾ ആ രൂപത്തിൽ അവർക്ക് ഖബറിൽ നിന്ന് നിസ്കരിക്കാനൊക്കെ കഴിയുമെന്ന് വളരെ വ്യക്തമാണ്. കാരണം പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിലുണ്ട്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോൾ 1,24,000 അള്ളാഹു അയച്ച പ്രവാചകന്മാര് മുഴുവൻ ബൈത്തുൽ മുഖദ്ദസിലുമുണ്ട്. ആ ബൈത്തുൽ മുഖദ്ദസിൽ അവർക്കെല്ലാവർക്കും കൂടി ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയാണ്. അവിടെയും മൂസാ നബിയുണ്ട്. അപ്പൊ മൂസാ നബി പോകുമ്പോൾ ഖബറിലുണ്ട്, ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നപ്പോൾ അവിടെയുണ്ട്. അങ്ങനെ ആകാശങ്ങൾ ചുറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോൾ 6-ാം ആകാശത്തിന്റെ മുകളിൽ
അവിടെയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിസ്കാരമെല്ലാം വാങ്ങി 50 വക്ത് നിസ്കാരമൊക്കെ വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വന്ന് ഏഴാനാകാശത്തുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം നബിയോട് നിങ്ങളെ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്താണ് കൊണ്ടുവന്നത്, എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്, എന്താണ് നിങ്ങളെ ലഗേജിലുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചതായി ചരിത്ര സംഭവങ്ങളിൽ കാണുന്നില്ല. അതേ സമയത്ത് ഏഴാനാകാശവും കഴിഞ്ഞ് തിരിച്ചു വരുന്ന നബി ആറാനാകാശത്തിലെത്തിയപ്പോൾ മൂസാ നബി അവിടെയുമുണ്ട്. അവിടെയുള്ള മൂസാ നബി ചോദിക്കുന്നു, നിങ്ങൾ പോയപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? അവിടുന്ന് പറഞ്ഞു 50 വക്ത് നിസ്കാരം കിട്ടി. 50 വക്ത് നിസ്കാരം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി പറഞ്ഞില്ലേ, ഇത് നടക്കില്ല, ഇത് ബനു ഇസ്രായേലുകളിൽ ഞാൻ പരീക്ഷിച്ച് പരാജയപ്പെട്ട വിഷയമാണ്, നിങ്ങൾ പോകണം, നിങ്ങൾ മടങ്ങണം, ഇത് ലഘൂകരിച്ച് തരാൻ വേണ്ടി റബ്ബിനോട് ശുപാർശ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആവർത്തിച്ച് മടക്കി അയച്ചപ്പോൾ അവസാനം നബി പറയേണ്ടി വന്ന്, ഇനി എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് ലജ്ജയാണ്, അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങളത് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു കാര്യവും കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ഇവിടെ ഇബ്രാഹിം നബി ഇടപെട്ടതായി ചരിത്ര സംഭവങ്ങളിലില്ല. നബി തിരിച്ചു വരുമ്പോൾ ഏഴാനാകാശത്തിൽ വെച്ച് ആദ്യമായി കാണേണ്ടത് ഇബ്രാഹിം നബിയെയാണ്. എന്നിട്ട് ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയാണല്ലോ നബി തങ്ങള്. അപ്പൊ വല്ലിപ്പയല്ലേ ചോദിക്കുക പേരക്കുട്ടിയോട് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ചോദിച്ച സംഭവം കാണുന്നില്ല. അതേ സമയത്ത് പിന്നെയും കഴിഞ്ഞു വരുന്ന മൂസാ നബി ചോദിച്ച് കാര്യങ്ങളിൽ ശക്തമായി ഇടപെട്ടു. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ് പോയത്. അപ്പോ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ല യാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ പര്യടനം നടത്താൻ പോകുമ്പോൾ മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്തു പോയാൽ നല്ല ബർക്കത്ത് കിട്ടും. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞില്ലേ, ഔലിയാക്കളുടെയും അംബിയാക്കളുടെയും ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. ലിഅന്നഹു യഊദു മിൻഹും മദദുൻ ഉഖ്റവിയ്യുൻ. അങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോൾ ഈ ഔലിയാക്കളുടെ ഖബറുകളിൽ നിന്ന് ഒരു ഉഖ്റവിയായ സഹായം സിയാറത്ത് ചെയ്യുന്നവരിലേക്ക് മടങ്ങുമെന്ന് ഫുഖഹാ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നല്ല ഘട്ടങ്ങളിൽ സിയാറത്ത് നല്ലൊരു കാര്യമാണ്. അതിന്റെ ബറക്കത്ത് യാത്രയിലുടനീളം ഉണ്ടാകുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി നമുക്ക് വരാം. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശങ്ങളും മുറിച്ച് അള്ളാഹു നിശ്ചയിച്ച ഒരു സ്ഥലത്തെത്തി. അവിടെ വെച്ചാണ് അള്ളാഹുവിനെ കാണുന്നത്. അഥവാ അള്ളാഹു അവിടെയുണ്ട് എന്നല്ല, അള്ളാഹു അവിടെയുണ്ട് എന്നല്ല. അങ്ങനെ ആരും മനസ്സിലാക്കരുത്. ചില ആളുകളോട് അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ അവര് പറയും അള്ളാഹ് എല്ലായിടത്തും ഉണ്ട്, അതും പറയാൻ പാടില്ല. അള്ളാഹു ഇന്ന സ്ഥലത്തുണ്ട് എന്നും പറയാൻ പാടില്ല. അള്ളാഹ് എല്ലായിടത്തുമുണ്ട് എന്നും പറയാൻ പാടില്ല. കാരണം ഇടം ആവശ്യമുള്ള ആളാണ് എല്ലായിടത്തും അല്ലെങ്കിൽ ഇന്ന ഇടത്ത് ഉണ്ട് എന്ന് പറയാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലാ മക്കാന ലഹു, അവനൊരു ഇടമില്ല. വലാ യതമക്കനു ഫീ മക്കാനിൻ, അവനൊരു ഇടം ആവശ്യമില്ല. അതുകൊണ്ട് അള്ളാഹു എവിടെ എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം എന്താ? എവിടെ എന്ന് ചോദിക്കപ്പെടുന്നത് ഇടം ആവശ്യമുള്ള ഒരു തടിയെ പറ്റിയിട്ടാണ്, ഇടം ആവശ്യമുള്ള ഒരു വസ്തുവിനെ പറ്റിയിട്ടാണ് എവിടെ എന്ന് ചോദിക്കുക. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടം ആവശ്യമുള്ള ഒരു തടിയോ ആ രൂപത്തിലുള്ള ഒരു വസ്തുവോ അല്ലാത്തത് കൊണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് തീരെ പ്രസക്തിയില്ല. അതുകൊണ്ട് അള്ളാഹു ഇന്ന സ്ഥലത്താണ് എന്നും പറയാൻ പാടില്ല, അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്നും വിശ്വസിക്കാനും പാടില്ല. ഇരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ, അള്ളാഹു ബഹറിനടിയിൽ വെച്ച് നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തിയപ്പോൾ ഉപയോഗിച്ച വാക്കെന്താ? ലാ ഇലാഹ ഇല്ലാ അൻത, ഇല്ലാ അൻത, നീയല്ലാതെ വേറെ ആരാധ്യനില്ല.
അപ്പൊ നീ എന്ന് പറയുമ്പോൾ അള്ളാഹു മത്സ്യത്തിന്റെ വയറ്റിലെത്തി എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഊഹിക്കാൻ പറ്റൂല. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. മറിച്ച് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹു ഒരു സ്ഥലം നിശ്ചയിച്ചു കൊടുത്തു. അത് 7 ആകാശത്തിന്റെ അപ്പുറമുള്ള ഒരു പ്രത്യേക സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് വന്ന് അള്ളാഹുവിനെ കണ്ടു. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, ഫകാന കാബ കൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും അടുത്തതുപോലെ അള്ളാഹുവും അവന്റെ പ്രവാചകനും അടുത്തു. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, വഹിയറിയിക്കാനുള്ളത് മുഴുവൻ അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നും പറയുന്നു. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടു എന്ന് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചു. കലീമുല്ലാഹി മൂസ, അള്ളാഹുവിനോട് സംസാരിച്ച മൂസ നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഖലീലായി പ്രഖ്യാപിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കൽ പോയിട്ട് അള്ളാഹുവിനെ കണ്ടു. അതുകൊണ്ടാണ് പിന്നെ കലീമ് എന്ന് മൂസാ നബിക്ക് പറയുന്നു. അതുപോലെ അള്ളാഹുവിനോട് സംസാരിച്ച ആളല്ലേ നമ്മുടെ നബിയും. അപ്പൊ നമ്മുടെ നബിക്ക് എന്താ കലീമ് എന്ന് ഉപയോഗിക്കാത്ത എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം മൂസാ നബി സംസാരിച്ചിട്ടേ ഉള്ളൂ, ഇവിടെ കണ്ടു വന്നു പോയി. കണ്ടാൽ പിന്നെ കേവലം സംസാരത്തിന് പ്രസക്തിയില്ല. ഫോണിലൂടെ നമ്മൾ സംസാരിക്കുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് അള്ളാഹുവിനെ കണ്ടു. ഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, വഹി കൊടുക്കാനുള്ളതെല്ലാം, അറിയിച്ചു കൊടുക്കാനുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു കൊടുത്തു. മറ്റൊരു വിഷയം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അള്ളാഹുവിന്റെ കോടാനക്കോടി പ്രകാശത്തിന്റെ ഒരു അംശം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടപ്പോൾ, ആ മൂസാ നബിയുടെ ശബ്ദം, ആ അള്ളാഹുവിന്റെ ആ കലാമ മൂസാ നബി കേട്ടപ്പോൾ ഖുർആൻ പറഞ്ഞില്ലേ, ഫഖറ മൂസ സഇക, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധം കെട്ടു വീണു. കൂടെയുള്ള പലരും മരണപ്പെട്ടു. അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ദറജ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. അള്ളാഹുവിനെ കണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തലവേദനയോ ഒരു പനിയോ വന്നതായി ചരിത്രത്തിലില്ല. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അല്ലാഹു തആല മാറ്റിയെടുത്തിട്ടുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതുകൊണ്ടാണല്ലോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കൊലപാതക വിഷയത്തിൽ നാട് വിടുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്താ, ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ റബ്ബുണ്ട്. ആദ്യം എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് റബ്ബിനെ ബേക്കിലാ കൊണ്ടുവന്നത്. അതേ സമയത്ത് ഗുഹയിൽ ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഗുഹയിൽ തങ്ങുന്ന സമയത്ത് നബി ഉപയോഗിച്ച വാക്കെന്താ, ഇന്നല്ലാഹ മഅന, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിനെ മുന്തിച്ച് മഅന എന്നുള്ളത് ബേക്കിലാക്കി. മൂസാ നബി അലൈഹിസ്സലാം ഇന്ന മഈ റബ്ബി, റബ്ബിനെ ബേക്കിലാക്കി മഈ എന്റെ കൂടെയുണ്ട് എന്നുള്ളത്. അവരവരുടെ റുത്ബയും അവരവരുടെ സ്റ്റാറ്റസും സ്റ്റാൻഡേർഡുമാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയിച്ചു കൊടുത്തു. എത്രത്തോളം ഒരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. വഫാത്തിന്റെ മുമ്പ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ നിന്ന് അള്ളാഹു കൊണ്ടുപോകുമ്പോൾ സകല ഗൈബുകളും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ സമയം വരെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് സോവി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണുന്നുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഗൈബുകളും അല്ലാഹു തആല വഫാത്തിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ചരിത്രം പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു നിർണായക സംഭവമായിരുന്നു ഇസ്റാഉം മിഅ്റാജും. സ്വർഗത്തിൽ ആരെല്ലാമുണ്ട്, നരകവും സ്വർഗവും അതിൽ കിടക്കുന്നവരും അവർ അനുഭവിക്കുന്ന വിഷയങ്ങളും അവർ എന്ത് കുറ്റത്തിന്റെ പേരിലാണ് ഇത് അനുഭവിക്കുന്നത്, എന്ത് സൽക്കർമ്മം കൊണ്ടാണ് അവർ സ്വർഗത്തിലെത്തിയത് എന്നുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് കണ്ടതാണ്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരികയാണ്. അതാണ് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ എന്ന് നെക്കിറയാക്കിയത്. കുറഞ്ഞൊരു രാത്രി, അതാണ് അതിന്റെ അർത്ഥം. ലൈലൻ, കുറഞ്ഞൊരു രാത്രി എന്ന് നെക്കിറയാക്കി ഉപയോഗിക്കുന്നത് കൊണ്ട് രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ അത്ഭുതങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ബാറക്ന, മസ്ജിദുൽ ഹറാമിലേക്കാണ് ആദ്യമായി കൊണ്ടുപോയത്. മസ്ജിദുൽ ഹറാമിനെ പരിചയപ്പെടുത്തിയ എന്താ? ബാറക്ന ഹൗലഹു, ബാറക്ന ഹൗലഹു, മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്താ പരിസരത്തിന് ബറക്കത്ത് കിട്ടാൻ കാരണം? പരിസരത്തിന് ബറക്കത്ത് കിട്ടാൻ കാരണം ബികസ്റത്തിൽ അംബിയാഇ അഹ്യാഇഹിം വ അംവാതിഹിം, മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമായ പല അമ്പിയാക്കളും കഴിഞ്ഞ സ്ഥലമാണ് ആ പരിസരം. ആ പരിസരത്ത് ഒരുപാട് അമ്പിയാക്കളുടെ ഖബറുണ്ട്, ഒരുപാട് ആളുകൾ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പരിസരത്തിന് ബറക്കത്ത് കിട്ടിയത്. മഹാന്മാരുടെ ഖബറിന് മാത്രമല്ല, ഖബറുള്ള ആ ഒരു ഗ്രൗണ്ടിന് വരെ ബറക്കത്തുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ടാണല്ലോ ഫിഖ്ഹിന്റെ നിയമം വന്നത്. ഫിഖ്ഹിന്റെ നിയമം വന്നത് ഒരാൾക്ക് ബിദ്അത്തുകാര് ഉള്ള സ്ഥലത്തുനിന്ന് എന്നെ മാറ്റാം എന്ന് വസിയത്ത് ചെയ്യാം. ബിദ്അത്തുകാര് അടക്കപ്പെട്ട സ്ഥലത്ത് എന്നെ അടക്കം ചെയ്യരുത് എന്ന് വസിയത്ത് ചെയ്യാം. കാരണം എന്താ? ബിദ്അത്തുകാരുടെ അടുത്ത് കിടക്കുമ്പോൾ മരണപ്പെട്ടു പോയാൽ പോലും അതിന്റെ വിഷമം ഉണ്ടാകുമെന്നാണ് അതിലൂടെ മനസ്സിലാകുന്നത്. മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ മരണപ്പെട്ടപ്പോ ചെറുപ്പക്കാരിയായിരുന്നു. അങ്ങനെ മരണപ്പെട്ടപ്പോ സ്വപ്നം കണ്ടപ്പോ തലയെല്ലാം നരച്ചിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താ മോളെ നീ ചെറുപ്പക്കാരിയായിരുന്നില്ലേ, എങ്ങനെ തല നരച്ചത്? അത് ഉപ്പ, എന്റെ അടുത്ത് എന്നെ മറവ് ചെയ്യപ്പെട്ടതിന്റെ ശേഷം ഒരു കള്ളുകുടിയനെ മറവ് ചെയ്തു, അവന് വേണ്ടി തീ ആളിക്കത്തിക്കപ്പെട്ടു, അതിന്റെ ചൂടുകൊണ്ടാണ് എന്റെ തല നരച്ചു പോയത് എന്ന് ചരിത്രത്തിലുണ്ട്. അപ്പൊ നല്ലവര് കിടക്കുന്ന സ്ഥലത്ത് കിടക്കുക എന്നതൊരു ഭാഗ്യമാണ്. ബിദ്അത്തുകാര് കിടക്കുന്ന സ്ഥലത്ത് കിടക്കാതിരിക്കുക എന്നുള്ളതും ഒരു വിഷയമാണ്. അതുകൊണ്ടാണ്, അതെല്ലാം വെച്ചുകൊണ്ടാണ് ബാറക്ന ഹൗലഹു, ആ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഏതായാലും ഇസ്റാ മിഅ്റാജ് അതൊരു വലിയ സംഭവമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനി മറ്റൊരിക്കൽ പറയാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.